ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് 4th മൊഡ്യൂളാണ് എടുക്കാൻ പോകുന്നത്. ഓവർവ്യൂ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. Optical fiber communication is the method of communication in which signal is transmitted in the form of infrared light and optical fiber is used as a medium of transmitting those light signal from one place to another. Optical fiber communication എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണിത്. ഇൻ വിച്ച് സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ദി ഫോം ഓഫ് ഇൻഫ്രാറെഡ് ലൈറ്റ്. ഇതിൽ സിഗ്നൽ പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ലൈറ്റ് വഴിയാണ്. ഇൻഫ്രാറെഡ് ലൈറ്റിൻ്റെ ഫോമിലാണ് ഈ സിഗ്നൽ പാസ് ചെയ്യുന്നത്. ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബറാണ് ഇവിടെ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബറാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മീഡിയം. ദോസ് ലൈറ്റ് സിഗ്നൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ആവുന്നത്. And the signal transmitted in optical fiber is converted from the electrical signal into light. ഈ ഒരു സിഗ്നൽ, ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നലിന് ലൈറ്റ് സിഗ്നലിലേക്കാണ് കൺവേർട്ട് ആവുന്നത്. ഈസ് കൺവേർട്ടഡ് ഫ്രം ദി ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു ലൈറ്റ് ആൻഡ് അറ്റ് ദി റിസീവിംഗ് എൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ദി ഇലക്ട്രിക്കൽ സിഗ്നൽ ഫ്രം ദി ലൈറ്റ്. ഇൻ റിസീവിങ് എൻഡിലാവുമ്പോൾ ഈ ലൈറ്റിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ആവും. ഓക്കെ, അതാണ് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു ബേസ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ സിഗ്നൽ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ്. ഇൻഫ്രാറെഡ് ലൈറ്റിൻ്റെ ഫോമിലാണത് പോകുന്നത്. അതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. അത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺവേർട്ടഡ് ഫ്രം ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും ഫസ്റ്റ്. പിന്നെ റിസീവിങ് എൻഡിലാകുമ്പം അതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് നടക്കുന്നത്. ഫ്രം ലൈറ്റിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ആവും. Since its invention in the early 1970s, the use of and demand for optical fiber have grown tremendously. 1970 ആ ഒരു ടൈമിലാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഇൻവെൻഷൻ ഉണ്ടായിട്ടുള്ളത്. ദ യൂസസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ടുഡേ ആർ ക്വൈറ്റ് ന്യൂമറസ്. ഫൈബർ ഒപ്റ്റിക് ഹാവ് revolutionized the telecommunication industry and have played a major role in the advent of the information age. കുറേ റെവല്യൂഷനായിട്ട് വന്ന ഒരു ഇതാണ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. And because of its advantages over electrical transmission, optical fiber have largely replaced copper wire communications. Copper wire വെച്ചിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. Optical fiber is used by many telecommunication companies to transmit telephone signals, internet communication and cable television signals. ഈ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ടെലിഫോൺ സിഗ്നൽസിന് വേണ്ടിയിട്ടും അതേപോലെ ഇൻ്റർനെറ്റിനും കേബിൾ ടെലിവിഷൻ സിഗ്നൽസിനൊക്കെ വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും മതി. ഇപ്പം നമുക്കിതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റാണ് നോക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളത് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ളതുണ്ട്. ഞാൻ അതിൻ്റെ ചുരുക്കി കുറച്ചൊരു ഷോർട്ടാക്കിയിട്ടുള്ളൊരു നോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇത് കുറേ അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ അവർ പറയുന്നത്. ഇത് ഫസ്റ്റ് വേറൊരു ടെലിഫോൺ ഉണ്ടായി, അങ്ങനെ അതിൻ്റെ ഒരു ഹിസ്റ്ററി. പിന്നെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ വന്നതിൻ്റെ ആ ഒരു വഴിയാണ് ഇവിടെ പറയുന്നത്. Prior to about 1980, most communication technologies involved some type of electrical transmission mechanism. The era of electrical communication started in 1837 with the invention of telegraph by Samuel F.B. Morse. 1837 ടെലിഗ്രാഫ് കണ്ടുപിടിച്ചു സാമുവൽ F.B. മോഴ്സ് എന്ന് പറഞ്ഞ ഒരു ആൾ. ആൻഡ് ഇൻ 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ടെലിഫോൺ കണ്ടുപിടിച്ചത്. Developed a fundamentally different device called telephone that could transmit the entire voice signal in an analog form. Entire voice signal analog ഫോമിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെലിഫോൺ കണ്ടുപിടിച്ചു അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ആൻഡ് ബോത്ത് ദി ടെലിഗ്രാഫ് ആൻഡ് ദി അനലോഗ് വോയിസ് സിഗ്നൽ വേർ സെൻഡ് യൂസിങ് എ ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ മോഡ്. ഇത് രണ്ടും എന്താണ്, ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ മോഡിലാണ് വോയിസ് സിഗ്നൽ സെൻഡ് ചെയ്തിട്ടുള്ളത്. Baseband refers to the technology in which a signal is transmitted directly over a channel. Baseband എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽസ് ഡയറക്റ്റ്ലി ഒരു ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്.
ഫോർ എക്സാമ്പിൾ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഫോണിലെ ട്വിസ്റ്റഡ് പെയർ കേബിൾ ലിങ്ക്സ് റണ്ണിങ് ഫ്രം ആൻ അനലോഗ് ടെലിഫോൺ ടു ദി നിയറസ്റ്റ് സ്വിച്ചിങ് ഇൻ്റർഫേസ് equipment. The same baseband method were used widely in optical communications, that is optical output from a light source is turned on. അതൊന്നും വേണ്ട, അത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഇവിടെ കുറേ പാരഗ്രാഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ ഒരു ഇൻവെൻഷനും ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇൻവെൻഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രം അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, വായിച്ച് നോക്കിയാൽ മതി. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കുറച്ച് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ പറഞ്ഞിട്ട് ആ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു 5th ജനറേഷൻ വരെയുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം ഓഫ് ലൈറ്റ് വേവ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് ലൈറ്റ് വേവ് സിസ്റ്റം യൂസസ് GAAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലിയം ആർസനൈഡ് സെമി കണ്ടക്ടർ. GA എന്ന് പറഞ്ഞാൽ ഗാലിയം, AS എന്ന് പറഞ്ഞാൽ ആർസനൈഡ്. ഗാലിയം ആർസനൈഡ് സെമി കണ്ടക്ടർ ലേസറാണ് ഈ ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓപ്പറേറ്റിംഗ് റീജിയൻ വാസ് നിയർ 0.8 മൈക്രോമീറ്റർ. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 മൈക്രോമീറ്ററാണ്. അതേപോലെ ഗാലിയം ആർസനൈഡ് സെമി കണ്ടക്ടർ ലേസറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ അതർ സ്പെസിഫിക്കേഷൻസ് ആണ് ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 45 Mbps ആണ്. ആൻഡ് റിപ്പീറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്ററാണ്. ഈ ഒരു സാധനങ്ങൾ ഈ ബിറ്റ് റേറ്റും അതേപോലെ റിപ്പീറ്റർ സ്പേസിങ്ങും ഓരോ ജനറേഷൻ കഴിയുന്തോറും ഇൻക്രീസ് ആയിട്ട് കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അതെനിക്ക് നോക്കിയാൽ മനസ്സിലാവും. സെക്കൻഡ് ജനറേഷനിലാകുമ്പോൾ ബിറ്റ് റേറ്റ് 100 Mbps ആയി, അതിൻ്റെ ഡബിളായി. ആൻഡ് റിപ്പീറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്ററായി. ആൻഡ് വേവ് ലെങ്ത് ഈസ് 1.3 മൈക്രോമീറ്ററായി. ഇത്രയും ഇൻക്രീസ് ആയിട്ടുണ്ട് സെക്കൻഡ് ജനറേഷനിലെത്തിയപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ജനറേഷനേക്കാളും എല്ലാം ഡബിളായിട്ട് മാറി ഈ സെക്കൻഡ് ജനറേഷനിലെത്തിയപ്പോൾ. ഡബിളിനെ കൂടി. ആൻഡ് തേർഡ് ജനറേഷനിലെത്തിയപ്പോൾ പിന്നെയും അതിനേക്കാളും കൂടി. ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10 Gbps ആയി, 10 Gbps ആയി. ആൻഡ് റിപ്പീറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്ററായി. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 150 മൈക്രോമീറ്ററും ആയി. ആൻഡ് ഫോർത്ത് ജനറേഷനിൽ ബിറ്റ് റേറ്റ് 10 TBps ആയി, ടെറാബിറ്റ് പെർ സെക്കൻഡ് ആയി. ആൻഡ് റിപ്പീറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്ററായി. ആൻഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.62 മൈക്രോമീറ്ററായി. ഇതിൽ ഇറ്റ് വാസ് WDM ടെക്നോളജി. എന്താ WDM നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. WDM വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ടെക്നോളജി. ഈ 4th ജനറേഷനിൽ WDM ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി ഇതല്ല 5th ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 to 160 TBps ആണ് അതിൻ്റെ ബിറ്റ് റേറ്റ് പറയുന്നത്. ആൻഡ് റിപ്പീറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 35,000 കിലോമീറ്ററാണ്. വേവ് ലെങ്ത് 1.5 മൈക്രോമീറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ജനറേഷൻ കഴിയുന്തോറും അതിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ജനറേഷൻസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഫീച്ചറും സ്പെസിഫിക്കേഷൻ ഇൻക്രീസ് ആയിട്ട് കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ. ഇനി ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അത് ലൈറ്റിൻ്റെ ഫോമിലാണ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബറാണ് അവിടെ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു സിഗ്നലിന് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്കാണ് ലൈറ്റ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൺവേർട്ടഡ് ഫ്രം ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റിലേക്ക് മാറ്റും. റിസീവിങ് എൻഡിലാണെങ്കിൽ ലൈറ്റിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് മാറ്റും. ഇത്രയാണ് അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കാം. താങ്ക് യു.